ഹായ് ഫ്രണ്ട്സ്, അഗ്രോബീസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ തോട്ടത്തിൽ IPL മൈക്രോബ്സ് ചെയ്യുന്ന വീഡിയോ നമ്മൾ ചെയ്തിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് അറിയാനായിട്ട് ഒത്തിരി പേര് കമൻറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് നോക്കാനായിട്ട് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു ചെറിയ മഴയൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് എന്ത് റിസൾട്ട് വന്നു, നമ്മുടെ ചെടിക്ക് എന്തൊക്കെ മാറ്റങ്ങളുണ്ടായി, ഇതൊക്കെ നോക്കാനായിട്ട് നമ്മുടെ റിസൾട്ട് ഒന്ന് വാലുവേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ സതീഷ് സാറിനെ നമ്മൾ കൂട്ടിയിട്ടുണ്ട്. അതുപോലെ മൈക്രോബ്സ് ചെയ്യാത്തവർക്ക് ഇനി ചെയ്യാൻ പറ്റുന്ന നല്ല ബെസ്റ്റ് കോംബോ, അത് എന്താണ് അതിൻ്റെ ഇപ്പോൾ ചെയ്യുന്നതിൻ്റെ ഗുണഗണങ്ങളെല്ലാം സാറ് വിവരിച്ച് പുതിയ കോംബോ നമ്മളെ പരിചയപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഒരു വീഡിയോയിലോട്ട് പോയാലോ. അഗ്രോബോസിൻ്റെ സബ്സ്ക്രൈബറിന് എല്ലാവർക്കും എൻ്റെ പ്രത്യേക നന്ദിയും നമസ്കാരവും. അപ്പോൾ നമ്മൾ ലാസ്റ്റായിട്ട് ബാക്ടീരിയ പ്ലസ് നൈട്രോഷ്യ വിഷ്ണുവിൻ്റെ ഫ്രണ്ടിൽ വെച്ച് ചെയ്തായിരുന്നു. അതിൻ്റെ ഫീഡ്ബാക്കും കമൻറ്റും കിട്ടിയായിരുന്നു. അതിൻ്റെ ഇതുവരെ ആയിട്ട് നമുക്ക് ഒരു നെഗറ്റീവ് കമൻറ്റ് ഇതുവരെ കിട്ടിയിട്ടില്ല. എല്ലാം പോസിറ്റീവ് റിവ്യൂ ആണ്. നമ്മൾ പറഞ്ഞതെല്ലാം സത്യമാണ്. അതുപോലെ തന്നെ ചെയ്തിട്ടും റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആ സമയത്ത് തന്നെ നമ്മളിവിടെ കുറച്ച് ഡെമോ ചെയ്തായിരുന്നു. ഡെമോ അല്ല, പുള്ളിയുടെ ബ്രദർ സ്വന്തം തോട്ടത്തിൽ നമ്മുടെ കുറേ പ്രോഡക്റ്റ് യൂസ് ചെയ്തായിരുന്നു. അപ്പം ആ യൂസ് ചെയ്തതിൻ്റെ റിവ്യൂ എങ്ങനെയുണ്ട്, അവരുടെ സ്വന്തം ഫീഡ്ബാക്ക് തന്നെ എങ്ങനെയുണ്ട്, ഞാൻ വിഷ്ണുവിനോട് പറയുന്നത് ഓപ്പണായിട്ട് ഇത് കൊടുത്തതിന് ശേഷം എങ്ങനെയുണ്ടെന്നുള്ള ഓപ്പണായിട്ടുള്ള അഭിപ്രായം പറയാം. പിന്നെ കഴിഞ്ഞിട്ട് ഇത് ഞാൻ എങ്ങനെയുണ്ടെന്ന് ക്ലിയർ ആയിട്ട് പറയാം. ശരിക്കും നമ്മളൊരു അഭിപ്രായമായിട്ട് പറയാതെ നമുക്കത് കാണിച്ചു കൊടുക്കാം. അതാണ് ശരിക്കും എല്ലാവർക്കും കുറച്ചും കൂടെ വിശ്വാസയോഗ്യമാണ്. എന്താണ് അതിൻ്റെ റിസൾട്ട് എന്ന് നമുക്ക് കാണിച്ചു നോക്കാം. നമ്മൾ സാമ്പിളിനെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ വീഡിയോയിൽ എത്രത്തോളം കിട്ടുമെന്ന് നമുക്ക് അറിയത്തില്ല. നമ്മുടെ റൂട്ടിൻ്റെ ഡെവലപ്മെൻറ്റ്സ് ഉണങ്ങാൻ എൻ്റെ സമയമായി അല്ല, ഇതിങ്ങനെ നിന്നോട്ടെ വിഷ്ണു. ഇപ്പം നമ്മൾ ഇതിൻ്റെ ഫോട്ടോയും വീഡിയോ എടുത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ സൈഡിൽ കൊടുക്കുക. പിന്നെ നമ്മുടെ സ്റ്റാഫിനെ കൊണ്ട് തന്നെ കൈയും കൊണ്ടും എല്ലാം മാന്തി നോക്കി ചെടിയുടെ അതിൻ്റെ വീഡിയോയും സൈഡിലൊന്ന് പോസ്റ്റ് ചെയ്യണം. അപ്പം മണ്ണ് എത്രത്തോളം ലൂസ് ആയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ നമുക്കിപ്പം വേരടിക്കാനുള്ള സംഭവം ചെയ്ത് മണ്ണ് എത്രത്തോളം ലൂസ് ആയിട്ടുണ്ട് നമുക്ക് ഫീൽഡിൽ തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതാകുമ്പോൾ പ്രോപ്പറായിട്ടുള്ള റിസൾട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് ഒരു ചെടിയുടെ ചുവട്ടിൽ അതിൻ്റെ മണ്ണ് എത്രത്തോളം നമ്മൾ ആ ഡീകമ്പോസർ ചെയ്തുകൊണ്ട് മണ്ണ് എത്രത്തോളം ലൂസായിട്ടുണ്ട്, അതേപോലെ പുതിയ വേര് എത്രത്തോളം നല്ല വേരുകൾ ഉണ്ടായിട്ടുണ്ട്, ആ ചെടിയുടെ ഓവറോളുള്ള മാറ്റങ്ങൾ എന്തൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിലൂടെ തന്നെ കണ്ടു നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ റിസൾട്ട് നോക്കാനായിട്ട് നമ്മൾ പോവാണ്. ആദ്യം നമ്മൾ നോക്കുന്നത് നമ്മുടെ മണ്ണിൻ്റെ ടൈറ്റ്നെസ് എന്തോരം ഉണ്ട്, മണ്ണ് ലൂസായിട്ടുണ്ടോ, ഡീകമ്പോസ് ലൂസായിട്ടുണ്ടോ, പിന്നെ നമ്മുടെ റൂട്ട് എങ്ങനെയാണ് റൂട്ട് വന്നിരിക്കുന്നത്, പിന്നെ ആകെ മൊത്തം ചെടിയുടെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ നമുക്ക് നോക്കാം. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ സാർ ഇതിൻ്റെ നമ്മൾ ഞാൻ ഇതിലേക്ക് എൻ്റെ കൈയിട്ട് നോക്കാം. സാറ് കൈയിട്ട് മണ്ണിൻ്റെ ലൂസ്നെസ് സാറ് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഡീകമ്പോസിങ് നല്ല രീതിയിൽ സ്റ്റാർട്ടായിട്ടുണ്ടോ? മൊത്തം പൗഡർ ആയിട്ടുണ്ട്. നമ്മുടെ കിഴങ്ങുകളെല്ലാം പൊടിഞ്ഞ് നല്ല ഒരു സ്പോഞ്ചിൻ്റെ പരുവത്തിലോട്ട് മാറിയിട്ടുണ്ട്. ശരിക്കും നമുക്ക് ഈ ചെടി കണ്ടു കഴിഞ്ഞാൽ തൈച്ചെടിയായിട്ട് നമുക്ക് തോന്നുമെങ്കിലും നല്ല ഏജിലായിട്ട് ചെടിയായിരുന്നു. നമുക്ക് നല്ലപോലെ ചെടി മോശമായിട്ട് ഇരുന്ന സമയത്താണ് നമ്മൾ ഒത്തിരി കിഴങ്ങുകളുണ്ടായിരുന്നുണ്ട് നമ്മൾ ഡീകമ്പോസർ കൊടുത്താണ്. അപ്പോൾ ആ നമുക്ക് നോക്കിയാൽ കൃത്യം അറിയാം. അവിടെ ഒന്ന് സൂം ചെയ്ത് കാണിച്ചത് ഡീകമ്പോസർ കൊടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഡീകമ്പോസ് ആയി പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് മണ്ണ് ഇത്രയും ഭാഗം ലൂസായിട്ടുണ്ട്. ഒരു 8 ഇഞ്ചോളം നമുക്ക് ലൂസായിട്ടുണ്ട്. 8 ഇഞ്ച് കൂടുതൽ മിച്ചം ലൂസായിട്ടുണ്ട് നമുക്ക്. അകത്തെ കിഴങ്ങെല്ലാം പൊടിഞ്ഞുണ്ട്. അത്ര അകത്ത് കിഴങ്ങുണ്ടായിരുന്നു. സ്ട്രെയിറ്റ് പോകുന്നു.
ഡ്രോപ്പിങ്സ് കുറവല്ല സതീഷ്. ആ മണ്ണ് ലൂസാകുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാം തന്നെ വരും. നെഗറ്റീവ് ഉണ്ടെങ്കിലും പോസിറ്റീവ് ഉണ്ടെങ്കിലും ഒന്ന് അറിയിക്കുന്നത് നല്ലതായിരിക്കും. ബയോ പ്രോഡക്റ്റ് ചെയ്യുന്നവർ നല്ല പ്രോഡക്റ്റ് നോക്കി മണ്ണിലേക്ക് കൊടുക്കാവുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. വിഷ്ണുവിനോടും ആഗ്രഹപ്പെടുന്ന അത്രയേ ഉള്ളൂ. ഓപ്പണായിട്ടുള്ളത് ഓപ്പണായിട്ട് തന്നെ പറയാം. നമുക്കിത് ചെയ്ത് റിസൾട്ട് ഞാൻ തന്നെ നല്ല റിസൾട്ട് എന്ന് പറയുമ്പോൾ അതാർക്കും അത്ര വിശ്വാസയോഗ്യമായിട്ടുള്ള കാര്യമല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ രണ്ടുപേരെയും കൂടെ ഒരു ഇതിന് കൊണ്ടുവന്നത്, നിങ്ങളെ വിളിച്ചുകൊണ്ട് വന്നതിൻ്റെ കാരണം നമ്മുടെ കിഴങ്ങ് ഡീകമ്പോസ് ആയ നല്ല സ്പോഞ്ച് പോലെ. കൈ പോകുന്നുണ്ടോ വിഷ്ണുവിൻ്റെ? ആ, അകത്തോട്ട് ഇനിയും സ്പോഞ്ച് ഉണ്ട്. അതുപോലെ കമ്പോസ്റ്റ് ആകാം. അപ്പം ഇത് എല്ലാം സെപ്പറേറ്റ് തിരിക്കുള്ളൂ. ഞാനിപ്പം പെട്ടെന്ന് ഫെർട്ടിലൈസർ അപ്ടേക്ക് ഒക്കെ നല്ല വണ്ണമായിരുന്നു. ഓക്കെ ഓക്കെ. മൈക്ക് അവിടെ ഈ പക്കത്തുള്ള ഓക്കെ. എത്ര അടി കാണാം സതീഷ്? 5 അടി 5.5 അടി ഉണ്ട്. ഇല്ല, ഈ സാധനം നോക്കിക്കേ, അതിന്റെ പകുതി വളർച്ച. നമ്മൾ മൈക്രോബ്സ് കൊടുത്തതിന് ശേഷം നമ്മുടെ റൂട്ടിൻ്റെ ഡെവലപ്മെൻറ്റ്സ് ആണ് നമ്മൾ കാണിക്കുന്നത്. ഇത് നമ്മൾ അധികം വേര് മാന്തി പൊട്ടിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ നമുക്ക് നല്ലൊരു മഴയൊന്നും ഇതുവരെ കിട്ടാത്തതുകൊണ്ട് വേര് പൊട്ടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒഴിക്കുന്ന വെള്ളം ചെടിക്ക് എടുക്കാൻ പറ്റാതായി പോകുന്നുണ്ട്. ജസ്റ്റ് ആ മണ്ണൊന്ന് മാറ്റി നോക്കിയിട്ട് മാത്രമേ ഉള്ളൂ. അത്യാവശ്യം നല്ല രീതിയിലുള്ള റൂട്ടുണ്ട്. നമ്മൾ മണ്ണ് മാറ്റുമ്പോൾ ഈ പൊടിവേരുകൾ പൊട്ടുന്നതുകൊണ്ടാണ് നമ്മൾ അധികം മണ്ണ് മാറ്റാഞ്ഞത്. ഇതൊക്കെ നമ്മുടെ റൂട്ടിൻ്റെ ഡെവലപ്മെൻറ്റ്സ്, നമ്മൾ ബയോസ് കൊടുത്തതിന് ശേഷമുള്ള റൂട്ടിൻ്റെ ഡെവലപ്മെൻറ്റ്സ്. ഇത് കൂടാതെ നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മൾ മൈക്രോബ്സ് ഡ്രെൻ ചെയ്തതിന് ശേഷം നമ്മുടെ ചെടിക്ക് നല്ല റൂട്ട് ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായി. അതുപോലെ തന്നെ നമ്മുടെ മൈക്രോബ്സ് നമ്മുടെ ചെടിയുമായിട്ട് എങ്ങനെ റിയാക്ട് ചെയ്യുന്നതെന്ന് കാണിക്കാനുള്ള ഒരു വിഷ്വലാണിത്. ശരിക്കും നമ്മുടെ പുതിയ റൂട്ട്സിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മുടിനാര് പോലെ വളരെയധികം നാരുകൾ നമുക്കിതിൽ കാണാൻ കഴിയുന്നുണ്ട്. ഈ നാരുകൾ നമ്മുടെ മൈക്രോബ്സിൻ്റെ പ്രോപ്പറായിട്ടുള്ള വർക്കിങ്ങിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പം ആ റൂട്ടുമായിട്ടുള്ള അതിൻ്റെ ഒരു കണക്ഷനാണ്. അങ്ങനെ നല്ല രീതിയിൽ ഈ നാരുകൾ വന്നു കഴിയുമ്പോൾ അതിൻ്റെ അർത്ഥം അവിടെ നല്ല രീതിയിൽ മൈക്രോബ്സിൻ്റെ ആക്ടിവിറ്റി ഉണ്ടെന്നാണ്. അപ്പോൾ നമ്മൾ കൊടുത്ത മൈക്രോബ്സ് നല്ല പ്രോപ്പറായിട്ട് വർക്കായി നമുക്ക് നല്ലൊരു വിശ്വാസം ഉണ്ട്. അതുകൊണ്ട് തന്നെ ചെടി നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് അത്യാവശ്യം കായ സെറ്റിങ്സും നല്ല പുതുശരങ്ങളൊക്കെ നല്ല ലെങ്തി ആയിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ റൂട്ട് സെറ്റിങ്സ് ഉണ്ടെങ്കിൽ ചെടി നല്ല ഗ്രോത്ത് ആണെന്നുള്ളതിനൊരു ഉത്തമ ഉദാഹരണമാണിത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ റിസൾട്ട് നമ്മൾ ഏകദേശം കണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി സാർ അടുത്തായിട്ട് പറഞ്ഞു തരാൻ പോകുന്നത് ഇപ്പം മഴ കിട്ടിയവർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കോമ്പിനേഷനാണ്. ആ കോമ്പിനേഷൻ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കോമ്പിനേഷൻ ചൂസ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് എന്തൊക്കെ വരാൻ പോകുന്നത് സാറ് നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ സാർ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ഇവിടെ മാർക്കറ്റിലുള്ള പ്രോഡക്റ്റാണ് ഡീകമ്പോസർ എന്ന് പറഞ്ഞ ഒരു ബാക്ടീരിയൽ ആൻഡ് ഫംഗൽ ബേസ്ഡ് ഒരു മൈക്രോബ്സ്. അപ്പോൾ ഇതിനകത്ത് ഏകദേശം ഒരു 3 ബാക്ടീരിയയുടെയും ഒരു ഫംഗലിൻ്റെയും മൈക്രോബ്സ് ഇതിനകത്തുണ്ട്. അപ്പോൾ അതിനകത്ത് ടെക്നിക്കലായിട്ട് നമ്മൾ എന്തൊക്കെ ഉണ്ടെന്നൊന്ന് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റത്തില്ല. 3 ബാക്ടീരിയയുടെ, അതായത് ഫിസോറിയം റിലേറ്റഡ് ആയിട്ടുള്ള 3 ബാക്ടീരിയയുടെയും ഒരു ഫംഗസിൻ്റെയും മൈക്രോബ്സ് ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്കറിയാം നമ്മളൊരു 5-8 വർഷങ്ങളായിട്ട് വലിയ മണ്ണുപണിയൊന്നും നമ്മൾ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ മുള്ളിടലോ മണ്ണ് കിളയ്ക്കുന്നോ അങ്ങനെ പണിയൊന്നും ഇല്ല. എല്ലാം മൾച്ചാണ് ചെയ്യുന്നത്. മൾച്ച് ചെയ്യുന്നത് ഏറ്റവും ബെസ്റ്റാണ്. എന്നാലും നമ്മൾ മണ്ണുപണി ചെയ്യാത്ത കൊണ്ടും പിന്നെ നമ്മൾ അധികമായിട്ടുള്ള വാട്ടർ സോളുബിൾ ഫെർട്ടിലൈസറും കെമിക്കൽ ഫെർട്ടിലൈസറും കൊടുക്കുന്നതുകൊണ്ടും മണ്ണ് ആകെ ടൈറ്റായി. മണ്ണ് ഭയങ്കര ടൈറ്റാണ്. ഇപ്പോൾ ഒരു നമ്മൾ മണ്ണ് മാന്തിയാൽ പെട്ടെന്നൊന്നും നമുക്ക് മാന്താൻ പറ്റുന്നില്ല. അത്രത്തോളം മണ്ണ് ഭയങ്കര ടൈറ്റാണ്. ഇങ്ങനെ ടൈറ്റ് ഉള്ളത് കാരണം എയർ സർക്കുലേഷൻ ക്ലിയർ ആയിട്ട് നടക്കത്തില്ല. ഇപ്പം നമ്മുടെ ക്രോപ്പ് വർഷങ്ങളോട് 10 വർഷം 15 വർഷം 20 വർഷം 30 വർഷത്തെ ക്രോപ്പാണ്. നേരെ ഒളിച്ച് പ്ലെയിൻസിലെ ക്രോപ്പാണെങ്കിൽ 6 മാസം 3 മാസത്തെ ക്രോപ്പാണ്. അവർ ഓരോ 3 മാസം 6 മാസം കൂടുമ്പോൾ മണ്ണൊന്ന്
റൊട്ടേറ്റ് ചെയ്യും. അന്നേരത്തപ്പം താഴെയുള്ള മണ്ണ് മേല് വരും, മേലിലുള്ള മണ്ണ് താഴേക്ക് പോകും. അപ്പം വളപ്രയോഗവും അതുപോലെ തന്നെ കാർബൺ സൈക്ലിങ്ങും നല്ലവണ്ണം നടന്നുകൊണ്ടിരിക്കും. പക്ഷേ ഇവിടെ ആണെങ്കിൽ ആ സംഭവം നടക്കുന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ 2 വർഷമായിട്ട് എല്ലാ തോട്ടത്തിലും മാക്സിമം മുള്ളിടാനുള്ള അഡ്വൈസ് നൽകാറുണ്ട്. മണ്ണൊന്ന് ലൂസാക്കാം, മുള്ളിട്ട് പൊട്ടിക്കാതെ മുള്ളൊന്ന് ഇടാൻ പറയുന്നുണ്ട്. ആ മുള്ളിടുമ്പോൾ തന്നെ ഇപ്പം വേനൽക്കാലത്ത് റോഡിൽ കൂടെ പോകുമ്പം ഹീറ്റ് വേബ്രേഷൻ ആകുന്ന കാണുന്നത് പോലെ ഈ മുള്ളിട്ട തോട്ടങ്ങളിലൊക്കെ വേബ്രേഷൻ ആകുന്നത് വിസിബിളായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് ഈ ഡീകമ്പോസർ കൊടുക്കുവാണെങ്കിൽ മണ്ണ് ഓർഗാനിക് കാർബൺ സൈക്ലിംഗ് നടക്കും ഒന്ന്. പിന്നെ മണ്ണ് നല്ലവണ്ണം ലൂസാകും. മണ്ണ് ലൂസായാൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് മറ്റുള്ള വളങ്ങളൊക്കെ വലിച്ചെടുത്തോളൂ. പിന്നെ നമ്മൾ ഈ കവാത്ത് പോള പൊളിച്ചിട്ട് അല്ലെങ്കിൽ കവാത്ത് വെട്ടിയിട്ട് മണ്ണിലിട്ടിട്ട് അത് മണ്ണ് പിന്നെയും മഴ വന്നിട്ട് പിന്നീടും റീപ്രൊഡക്ഷനായി ഫിസോറിയം, പിത്തിയം, പൈറ്റോത്തറ ഇങ്ങനെയുള്ള ഫംഗസൊക്കെ അതിൽ നിന്നാണ് പിന്നെയും വരുന്നത്. അത് ഇവനെ വെച്ച് ബ്രേക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് ഒരു പരിധി വരെ ബ്രേക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ ചാണകം ഏറ്റവും ബെസ്റ്റ് ഒരു വളം എന്ന് പറഞ്ഞാൽ ചാണകമാണ്. ചാണകം കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി എല്ലാ വളങ്ങളും. ഈ ചാണകം ഏറ്റവും ബെസ്റ്റാണ്. പക്ഷേ എന്നാൽ അതിനകത്തുള്ള ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ട്. നെമറ്റോഡ് അതിൽ നിന്നാണ് വരുന്നത്. ഫിഷോറിയം, മീലിബഗ് ഇങ്ങനെയുള്ള രോഗങ്ങൾ കൂടുതലും വരുന്നത് ഈ ചാണകത്തിൽ നിന്നാണ്. അപ്പോൾ ഡീകമ്പോസർ ഉപയോഗിച്ച് നമ്മളിപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് ഡീകമ്പോസർ ഉപയോഗിച്ച് അതൊന്ന് ഡീകമ്പോസിങ് ചെയ്തിട്ടാണ് ഇടാനാണ് റെക്കമെൻഡേഷൻ പറയുന്നത്. അതല്ല നമുക്ക് പ്രാക്ടിക്കലായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാവരും ചാണകമൊക്കെ ഇട്ടിട്ടുണ്ടാകും. ഇപ്പോൾ ഇത് ചെയ്യുമ്പോൾ കറക്റ്റ് 40-45 ദിവസം, ഇപ്പോൾ ആട്ടുംകാട്ടമാണെങ്കിലും ഒരു 60 ദിവസത്തിനുള്ളിൽ മാക്സിമം അത് മൊത്തം പൗഡറായും കിട്ടും. അതുപോലെ തന്നെ അതിനകത്തുള്ള ബാക്ടീരിയൽ ഫംഗൽ ഡിസീസിനെ മാക്സിമം നമുക്ക് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതാണ് വിഷ്ണു ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നമുക്ക് നമ്മുടെ മണ്ണിൽ നിന്ന് ഒരു പരിധി വരെ ശത്രു ഫംഗസുകളെ തടഞ്ഞു നിർത്താനും കഴിയും. നമ്മുടെ മണ്ണിൻ്റെ ഇളക്കം, അതന്നെ, ബാക്ടീരിയൽ ഫംഗൽ രണ്ടും നിലനിർത്താൻ കഴിയും. മണ്ണിൻ്റെ ഇളക്കം നമ്മൾ നിലനിർത്താനുള്ള ഒരു കാരണം എന്താണ്? സാധാരണ മണ്ണ് ഇളക്കമായിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ റൂട്ട് സോൺ നല്ലവണ്ണം ഡെവലപ്പ് ആകും. ഓക്കെ, അത് ഓക്കെ, മണ്ണ് ഇളക്കമാണെങ്കിൽ നമ്മൾ ഈ ഡീകമ്പോസർ കൊടുക്കുമ്പോൾ എങ്ങനെയാണ് ആ മണ്ണൊന്ന് ലൂസനിങ് ആകുന്നതിനെ കുറിച്ച് സാറിന് സംസാരിക്കാം. അതാണ് നമ്മൾ പറഞ്ഞത്. ഇതിനകത്ത് ഒരു 4 മൈക്രോബ്സ് ആണ്. അപ്പോൾ ആ 4 മൈക്രോബ്സും നമുക്ക് ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റത്തില്ല. ഓക്കെ, പാറ്റേൺ ഉള്ളതുകൊണ്ട് ആ മൈക്രോബ്സിന്റെ യഥാർത്ഥത്തിലുള്ള റോള് ഡീകമ്പോസിങ് ചെയ്യുക. സായിൽ തന്നെ ഡീകമ്പോസിങ് ചെയ്യും. സായിൽ മാത്രമല്ല, ഗൗഡംഗോ അല്ലെങ്കിൽ പളയം വെട്ടിമുറിച്ച് തട്ട ഇങ്ങനെയുള്ളതൊക്കെ ഡീകമ്പോസിങ് ചെയ്യുന്നതാണ് ഇതിന്റെ ഒരു പ്രത്യേകിച്ചുള്ള പരിപാടി. അപ്പോൾ നമ്മൾ നമ്മുടെ പഴയ കിഴങ്ങുകളെ വേരുകളെല്ലാം ഡീകമ്പോസ് ആയി കഴിയുമ്പോഴത്തേക്ക് മണ്ണ് ലൂസാകുന്നത്. അതെ, അതുപോലെ തന്നെ ചാണകത്തിനകത്ത് ഇപ്പോൾ ചാണകത്തിനകത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചാണകം നമുക്കറിയാം, ചാണകത്തിൽ നിന്നാണ് ഒത്തിരി രോഗങ്ങൾ വരുന്നത്. അല്ല, അത് എനിക്ക് വേറെ സംശയം എന്ന് വെച്ചാൽ നമ്മൾ ചാണകം ഇറക്കി കഴിയുമ്പോൾ ചാണകത്തിന് ഭയങ്കര ഒരു ചൂടല്ലേ? അതിനേക്കാളും ചൂട്ടിൽ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ മൈക്രോബ്സ് എല്ലാം എല്ലാവരും പറയുന്നത് ചൂടാകുമ്പം ഇതൊരു പരിധിക്കുള്ളിൽ ചൂടാകുമ്പോൾ ഇതൊന്ന് ഡെത്തായി പോകും അല്ലെങ്കിൽ അൺകോൺഷ്യസ് ലെവലാകുമെന്നാണ് പറയുന്നത്. നമുക്കറിയാം ചാണകത്തിന്റെ ചൂട് എന്തുമാത്രം ചൂടുണ്ടെന്ന്. ആ ചൂടിലും ബാക്ടീരിയൽ ആയാലും ഫംഗസ് ആയാലും പ്രവർത്തിക്കും. അതിന്റെ ഒരു എക്സാമ്പിൾ പ്രോഡക്റ്റ് ആണ് ഇത്. ഞാൻ വേറെ ഡൗട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ മൈക്രോബ്സ് ഒഴിക്കാൻ പോകുന്നവരെല്ലാം ഒരു കൺസേൺ ആണ്, നല്ലപോലെ ഈർപ്പം നിലനിർത്തണം. അപ്പം നമ്മൾ ഇത് ഒഴിച്ചു കഴിഞ്ഞിട്ട് ഏകദേശം മണ്ണിൽ എത്രത്തോളം ഈർപ്പം വേണം അതിനെക്കുറിച്ചൊരു അവബോധം നമ്മുടെ. ഗുഡ് ക്വസ്റ്റ്യൻ. ഇത് ഞാൻ പറയാം. ഇപ്പം നമ്മൾ ചാണകം ഭയങ്കര ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. നമ്മളിപ്പോൾ ചാണകം ഇട്ട് ഒരു ലോഡ് ചാണകം ഇടുമ്പോൾ ഭയങ്കര ചൂടായിരിക്കും. കൈയൊക്കെ അകത്തിട്ടാൽ പൊള്ളിപ്പോകും, ആ ചൂടായിരിക്കും. പക്ഷേ ആ ചൂട്ടിൽ അതിനൊരു നനവുണ്ടാവും. ആ ചാണകത്തിനകത്ത് ചൂടുണ്ടെങ്കിലും ചെറിയൊരു മോയ്സ്ചർ ഉണ്ടാകും. ആ മോയ്സ്ചർ ഉണ്ടായാൽ മതി ബാക്ടീരിയ ഒന്ന് മൾട്ടിപ്പിൾ ആകാൻ വേണ്ടി. അപ്പം നമുക്ക് മണ്ണിന്റെ കണ്ടീഷനിലും അങ്ങനെ തന്നെയാണോ വരുന്നത്? ചെറിയൊരു ആ മോയ്സ്ചർ ഇപ്പം നമ്മുടെ ഈ ലീഫിൽ തൊടുമ്പം ചെറിയൊരു ഒരു പച്ചപ്പ് അല്ലെങ്കിൽ നനവ് കാണിക്കുന്നത്, അത്രയും നനവ് മതി ഇതൊന്ന് മൾട്ടിപ്ലൈ. നമ്മൾ ഈ നനച്ച് കുഴച്ചിടണ്ടെന്നാണ് ആവശ്യമില്ല. ഓക്കെ, ഈ നനച്ച് കുഴച്ചിടുമ്പോൾ നമ്മുടെ മണ്ണിൽ എയർ സർക്കുലേഷൻ കുറയുന്ന എനിക്കും തോന്നാറുണ്ട്. അപ്പോൾ ഒരു മീഡിയം നനവ്. കഴിഞ്ഞ ദിവസം ഞാൻ ആ മീറ്റർ വെച്ച് മണ്ണ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഫീൽഡിൽ എല്ലായിടത്തും ഓവർ ഈർപ്പമാണ് കാണിക്കുന്നത്. അത് ബ്ലൂ വന്നു കഴിഞ്ഞാൽ അത്ര ഈർപ്പം പാടില്ലെന്നാണ്. പക്ഷെ ഗ്രീൻ ഒരിടത്തും കാണിക്കുന്നില്ല. അപ്പം നമ്മൾ ഓർക്കുന്ന മണ്ണിൽ വെള്ളം കുറവെന്നോർത്ത് കണ്ടിന്യൂസ് നനയ്ക്കുകയാണ് ചെയ്യുന്നത്. അത് ഞാൻ പറഞ്ഞില്ലേ, ഈ ചാണകത്തിനകത്ത് ഭയങ്കര ചൂടാണ്, എന്നാലും ചെറിയൊരു നനവ്, അത്രയും നനവ് കിട്ടിയാൽ മതി നമുക്ക്. ഇത് കൂടാതെ കാർബൺ സൈക്ലിങ് പ്രോപ്പർ ആക്കും. അതന്നെ. അപ്പം നമ്മളിപ്പോൾ ഓർഗാനിക് കാർബൺ ഒക്കെ പുറത്തുനിന്ന് മേടിച്ച് ഉപയോഗിക്കില്ലേ, അതിൻ്റെ ഒന്നും ആവശ്യം വരത്തില്ല. ഓർഗാനിക് കാർബൺ നമ്മൾ നല്ലപോലെ ഇപ്പം എല്ലാ തോട്ടങ്ങളിലും ഓർഗാനിക് കാർബണിന്റെ കുറവ് വരുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് അതൊന്ന് ബാലൻസ് ചെയ്ത് പൊക്കോളും. ഓക്കെ, അപ്പോൾ ഡീകമ്പോസർ നമ്മളിത് എത്ര ഡോസ് നമ്മൾ ഉപയോഗിക്കേണ്ടി വരും? 200 ലിറ്റർ വെള്ളത്തിൽ 400 മില്ലി. നമ്മൾ ഇവിടെ ചെയ്തത് 400 മില്ലി വെച്ചാണ് ചെയ്തത്. ഓക്കെ. പിന്നെ അതിൻ്റെ കൂടെ ഇനിയിപ്പം വരാൻ പോകുന്ന വലിയൊരു പ്രശ്നമാണ് നമുക്ക് സോയിൽ ബാൻഡ് ഡിസീസ് എന്ന് പറയുമ്പം
ഫൈറ്റത്തോറ ഉണ്ട്, പിത്തിയ ഉണ്ട്, ഇത് 2 റൈസോട്ടോണിയ. ഇതൊക്കെയാണ് നമുക്ക് ഇനി മേജറായിട്ട് വരാൻ പോകുന്ന പ്രശ്നം. ഒരു മഴ കിട്ടിയാൽ എല്ലാവരും പോകുന്നത് വളത്തിലേക്കാണ് പോകുന്നത്. പക്ഷേ നമ്മൾ വളത്തിലേക്ക് പോയി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൻ്റെയൊക്കെ ഫുഡ് കൊടുക്കുകയാണ് നമ്മൾ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനും കൂടെ പ്രവർത്തിക്കാൻ വേണ്ടി ഒരു കാമ്പോ ആയിട്ടാണ് ഡീകമ്പോസർ പ്ലസ് ബയോഹാർസ്. ഇതിനകത്തുള്ളത് ട്രൈക്കോഡെർമ ഹർഷിയാണെന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ആണ്. ഈ ഹർഷിയാണ് സ്പെസിഫിക് ആയിട്ട് ജിഞ്ചർബാഡ് ഫാമിലി ഇല്ലേ, കിഴങ്ങ് വർഗ്ഗങ്ങൾക്ക് ഇച്ചിരി കൂടെ എഫക്റ്റീവ് ആണ്. അപ്പോൾ ഈ സായിൽബാൻ ഡിസീസിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാനുള്ള ഒരു മൈക്രോബയൽ പ്രോഡക്റ്റ് ആണ് ട്രൈക്കോഡെർമ ഹർഷിയ. നമ്മൾ ട്രൈക്കോഡ് ഒരു വീഡിയോ ചെയ്യാം, നമ്മൾ മെറ്റലാക്സിലൂടെ മറന്നിട്ടില്ല നമ്മളുണ്ട്. പിന്നെ നമ്മൾ 2 വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആൾക്കാർ പറഞ്ഞു നമ്മൾ IPL പരസ്യം അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ഡിലേ. ഞാൻ അതുകൊണ്ട് വിഷ്ണുവിനോട് ഓപ്പൺ ആയിട്ട് പറഞ്ഞു, ഓപ്പൺ ആയിട്ട് എന്തുകൊണ്ട് അത് പറഞ്ഞാൽ മതി. റിസൾട്ട് ഇല്ലെന്ന് പറഞ്ഞാൽ റിസൾട്ട് ഇല്ല. ഓക്കെ, വി ആർ അക്സെപ്റ്റഡ്. അതായത് സായിൽബാൻ ഡിസീസിന്, പിത്തിയം പൈറ്റത്തോറ റൈസോട്ടോണിയ ഇങ്ങനെയുള്ള സംഭവത്തിന് ബയോളജിക്കലി ഏറ്റവും ബെസ്റ്റ് ഒരു സംഭവമാണ് ട്രൈക്കോഡെർമ. ട്രൈക്കോഡെർമയിലും ഹർഷിയാണോ ഏറ്റവും ബെസ്റ്റ്. എത്ര വെറൈറ്റി ഉണ്ട് ട്രൈക്കോഡെർമ? നമുക്ക് ട്രൈക്കോഡെർമ വെർഡി, ട്രൈക്കോഡെർമ ഹർഷിയാണോ, രണ്ട്. പിന്നെ അതിന്റെ കൂടെ ഇപ്പം ഇത് നമുക്ക് ഫിസോറിയത്തിന് പറ്റത്തില്ല. സായിൽബാൻ ഡിസീസിൽ ഫിസോറിയത്തിന് പറ്റത്തില്ല. പിത്തിയം പൈറ്റത്തോറ റൈസോട്ടോണിയ ഇങ്ങനെയുള്ള സായിൽബാൻ ഡിസീസിന് ഇത് ഓക്കെയാണ്. അപ്പോൾ നമ്മൾ ഈ ഇത് ട്രൈക്കോഡെർമ നല്ല രീതിയിൽ ഡ്രെഞ്ചിങ് പോവുകയാണെങ്കിൽ നമുക്ക് ഈ കൊത്തഴുകലിന് നമുക്ക് പ്രിവെൻഷൻ ആയിട്ട് കൊടുക്കാം. പൈറ്റത്തോറയല്ലേ കാരണം, അപ്പോൾ അതിനെ നമുക്കൊരു പ്രിവെൻഷൻ ആയിട്ട് അതിന് ചെയ്യേണ്ട സമയം ഫസ്റ്റ് ഒരു മഴ കിട്ടിയാൽ ആ സമയത്ത് തന്നെ ചെയ്യേണ്ട ഒരു സംഭവമാണ് ട്രൈക്കോഡെർമ. നമ്മൾ ഇതിൽ ട്രൈക്കോഡ് നമ്മൾ മഴ ഓൾറെഡി നമ്മളൊരു സീസണിലോട്ട് വരുമ്പോൾ നല്ല മഴയുള്ള സമയമായിരിക്കും. ആ സമയങ്ങളിൽ നമുക്ക് ലിക്വിഡ് വെർഷൻ ആണ് പൗഡർ വെർഷൻ ആണോ കുറച്ചും കൂടെ? ലിക്വിഡ് വെർഷൻ ആണ് ഏറ്റവും ബെസ്റ്റ്. ഏതാന്ന് വെച്ചാൽ ഈ ലിക്വിഡ് വെർഷനേ ഉള്ളൂ ഹർഷിയാണോ, പൗഡർ വെർഷൻ ഇല്ല. പിന്നെ പൗഡർ വെർഷൻ്റെ ബെറ്റർ റിസൾട്ട് ലിക്വിഡിലാണ്. ഹർഷിയാനോ ആണ് ബെസ്റ്റ് റിസൾട്ട്. അതന്നെ. അപ്പം ഇതും 400 മില്ലി നമുക്ക് 200 ലിറ്ററിന് ഇത് 500 മില്ലി വരെ കൊടുക്കാം. അതായത് പ്രശ്നം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ക്ലംറാട്ട് വീടുന്ന സ്ഥലമാണ് അല്ലെങ്കിൽ കൊത്തളിൽ വീടുന്ന സ്ഥലമാണെങ്കിൽ 500 മില്ലി വരെ ഇത് കൊടുക്കാം. പിന്നെ ഇതിന്റെ കൂടെ ഒരു ഞാനൊരു ഡൗട്ട് ചോദിക്കണം. നമ്മളിപ്പോൾ ഈ സമയങ്ങളിൽ നല്ല മഴ കിട്ടിയവരെ ഒരു 13-40-13 അല്ലെങ്കിൽ ഒരു MAP SOP ഒക്കെ ട്രെഞ്ചിങ് പോകാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് അതിന്റെ കൂടെ ഈ ട്രൈക്കോ വേണമെങ്കിൽ കൊടുക്കാമോ? എൻ്റെ ഒരു സജഷൻ എന്താ വെച്ചാൽ ആദ്യം ഈ ഡീകമ്പോസറും ഇതും കൊടുത്തിട്ട് ഒരു 10-20 ദിവസം ഗ്യാപ്പിൽ അത് ചെയ്യുവാണെങ്കിൽ ഇച്ചിരി കൂടെ എഫക്റ്റീവ് ആയിരിക്കും. ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. എന്താണെന്ന് വെച്ചാൽ ഇതൊന്ന് ആ വർക്കൊന്ന് പ്രോസസ്സിങ് നടന്ന് ക്ലിയർ ആയി പുതുവേര് അടിക്കാനായിട്ട് ഒരു 10 ദിവസം പിടിക്കും. അപ്പോൾ ഈ പുതുവേര് എങ്ങനെ ഉണ്ടെന്നുള്ളത് സൈഡിൽ കണ്ടല്ലോ, അതുപോലെ നല്ല ഫംഗൽ ഡെവലപ്പ് ആയിരിക്കുന്നത് നമുക്ക് വിസിബിൾ ആയിട്ട് കാണാൻ പറ്റും റൂട്ടിൽ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വളം കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആ വളം ചെടി എടുത്തോളും. അടുത്ത പിന്നെ ഇത് ബേസ്ലെസ് സബ്ഡിലസ്. ഇത് ഞാൻ ഇന്നാൾ തന്നെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു, വേൾഡിൽ ഏറ്റവും കൂടുതൽ ബയോളജിക്കലായിട്ട് ഫംഗിസൈഡായിട്ട് ഫിസോറിയത്തിന് കൊടുക്കുന്ന ഒരു പ്രോഡക്റ്റാണ് ബേസ്ലെസ് സബ്ഡിലസ്. ഇത് സൂഡോമോണസിന്റെ അഡ്വാൻസ് എന്ന് പറയാം. സൂഡോമോണസ് ചെയ്യാത്ത പല സംഭവങ്ങളും ഇതും ചെയ്യും. ഇതൊരു പാസ്പറസ് മൊബിലൈസർ ആയിട്ട് വർക്ക് ചെയ്യും. അതുപോലെ തന്നെ ഈ പോള വിളിച്ചല്ലേ ഫോമോ ഡിസീസ്, പിന്നെ ഈ ഇപ്പൊ ചർത്തയിലൊക്കെ പിങ്ക് കളർ പാട്, അതൊക്കെ ഇതും റൺ ചെയ്യുമ്പോൾ ആ പിങ്ക് കളർ പാട് തന്നെ മാറിക്കോളും ആ ചർത്തയിലൊക്കെ വീഴുമ്പോൾ. അപ്പം അതുപോലെ തന്നെ ഒരു ഗ്രോത്ത് പ്രൊമോട്ടർ ആയിട്ടും ഇത് വർക്ക് ചെയ്യും. അപ്പം ഈ സായിൽബാനിൽ നമ്മൾ ഇത് പിത്തിയം പൈറ്റത്തോറ റൈസോട്ടോണിക്ക് കൊടുത്തു. ഇപ്പോൾ സായിൽ ഫിസോറിയ ഉണ്ടെങ്കിൽ ഇത് നമ്മൾ കൊടുക്കണം. സായിൽ ഫിസോറിയം കൂടുതലുണ്ട്. അല്ല എനിക്ക് ഫിസോറിയം നെമറ്റോഡ് ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഇല്ലെന്ന് പറഞ്ഞാൽ ഇത് രണ്ടും നമുക്ക് കൊടുത്താൽ മതി. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടുണ്ടോ? ഇതിന് നമുക്കിത് നമ്മൾ പൊതുവെ സൂഡോമോണസ് മറ്റു ബയോളജിക്കൽസിന്റെ കൂടെ ഒക്കെ കൊടുക്കരുതെന്ന് പറയും. അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഇവനുണ്ടോ? നമ്മുടെ IPL പ്രോഡക്റ്റ് എല്ലാം ഞാൻ ഇന്നാൾ തന്നെ പറഞ്ഞായിരുന്നു, നമ്മൾ സ്റ്റെയിൻസ് ആണ് കൊടുക്കുന്നത്. ഏത് പ്രോഡക്റ്റിന്റെ പേരിലും ചേർത്ത് കൊടുത്തു. ഈവൻ കുമ്മായത്തിന്റെ കൂടെ വേണേലും ധൈര്യമായിട്ട് കൊടുക്കാം. പക്ഷേ ഇത് ഓപ്പൺ ചെയ്ത് അന്ന് തന്നെ ഉപയോഗിക്കണം. 8 മണിക്കൂറിനുള്ളിൽ ഉപയോഗിക്കണം. ടാങ്ക് മിക്സിങ് ചെയ്യാൻ പാടുള്ളൂ. ആൾക്കാർ പലരും ചോദിക്കാറുണ്ട് ഓപ്പൺ ചെയ്തിട്ട് നാളെ ബാലൻസ് വരെ നാളെ അടിക്കട്ടെ എന്ന്. അത് നാളെ അടിക്കുമ്പോൾ ഇതിന്റെ കൗണ്ട് പറയും. ഇപ്പം നമ്മുടെ ഇത് കൗണ്ട് എന്ന് പറയുമ്പം 10 കോടിയാണ് പെർ ML ഉള്ളത്. ഒരു ദിവസം വയ്ക്കുവാണെങ്കിൽ ഇപ്പം 10 പവർ 8 ആണ്. ഒരെണ്ണം കുറഞ്ഞാൽ അത് 10 ലക്ഷം 1 കോടി ആയിപ്പോ. പിന്നെ അത് കുറഞ്ഞാൽ 10 ലക്ഷം ഇത് 10 ലക്ഷത്തിലേക്ക്. അപ്പൊ അങ്ങനെ വരുമ്പം ഭയങ്കര ഡിഫറൻസ് വരും അല്ലേ? അപ്പോൾ മിൽഡൗൺ നമുക്ക് വേണമെങ്കിൽ സ്പ്രേയിങ്ങിനും കൊടുക്കാം. മിൽഡൗണും അതായത് നൈട്രോഷ്യ നമ്മൾ ഇന്നാൾ പറഞ്ഞില്ല, ഈ നൈട്രോഷ്യവും മിൽഡൗണും നമ്മൾ 12 മാസം കൊടുക്കാവുന്ന പ്രോഡക്റ്റ്. 12 മാസം കൊടുക്കാം. പിന്നെ ഈ ഡീകമ്പോസർ ഇയർലി ഡിവൈസ് കൊടുക്കാം.
ട്വൈസ് കൊടുക്കാം. അതുപോലെ തന്നെ ഡൈക്കോട്ടർമ ഹർഷ്യാണവും പ്രശ്നമനുസരിച്ച് ഡുവൈസോ ത്രീസോ കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഒരു എൻ്റെ ഒരു സംശയം, നമ്മൾ ഇപ്പം ഇത് 3 കൂടെ കൊടുത്തെന്ന് വെച്ചു. അപ്പോൾ നമ്മൾ ഒരു സീസണിൻ്റെ തൊട്ട് മുന്നായിട്ട് ഇത് കൊടുക്കുകയാണ്. ഡ്രഞ്ചിങ് കൊടുത്തു. പെട്ടെന്ന് നമ്മുടെ തോട്ടത്തിൽ നമുക്കറിയാം, നമ്മൾ ബയോളജിക്കൽസ് കൊടുക്കുമ്പോൾ ഭയങ്കര സിവിയർ ആയിട്ടുള്ള മഴ വന്നു കഴിഞ്ഞാൽ എവിടെയും ചെറിയ അഴുകലൊക്കെ വീണ്ടും കണ്ടുകൊടുക്കും. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഒരു COC മെറ്റലാക്സിലൊക്കെ സ്പ്രേയിങ്ങോ അല്ലെങ്കിൽ മെറ്റലാക്സിൽ COC ഹെക്സാകോണസോൾ ഡ്രഞ്ചിങ്ങോ ഒക്കെ പോയി കഴിഞ്ഞാൽ ഇവർക്ക് പ്രശ്നം ഉണ്ടാകാൻ സാധ്യത. ഒരു കുഴപ്പമില്ല, നമ്മൾ സ്ട്രെയിൻസാണ് കൊടുക്കുന്നത്. അത് മാത്രമല്ല, ഒരു കാരണം വെച്ചാൽ ഒരു ബാക്ടീരിയനെ വേറൊരു സംഭവം കില്ല് ചെയ്യാനുള്ള ഒരു സംഭവം ഇല്ല. ഈ പറഞ്ഞ ഫംഗസ് ഒന്നും കില്ല് ചെയ്യത്തില്ല. ഇത് അൺകോൺഷ്യസ് ലെവലേ ആകത്തുള്ളൂ, വർക്ക് ചെയ്യാതെ പോകും. അല്ലാതെ വേറെ ഒന്നും ഇത് ഡെത്ത് ആകത്തില്ല. പിന്നെ അവർക്കൊരു നല്ലൊരു ക്ലൈമറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവർ. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ സജഷൻ ഞാൻ പറയുന്നതാണല്ലേ, ഇപ്പോൾ സിവിയർ ആണ് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ഒരു കെമിക്കൽ ചെയ്യുക. കെമിക്കലിന്റെ ഫോളോ അപ്പ് ആയിട്ട് ഇത് ചെയ്യുവാണെങ്കിൽ ഒരു കുഴപ്പമില്ല, സൂപ്പർ റിസൾട്ട്. അതല്ലെങ്കിൽ ഇത് കൊടുത്തിട്ട് ഇവനെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 10-30 ദിവസം ഫ്രീ ആയിട്ട് വിടുക, എന്നിട്ട് മറ്റുള്ളത് ചെയ്യുവാണെങ്കിൽ എഫക്റ്റീവ് ആയി. അപ്പോൾ ബെറ്റർ ചോയ്സ് എന്ന് പറയുന്നത് നമ്മുടെ തോട്ടത്തിൽ അഴുകൽ അല്ലെങ്കിൽ മൺസൂണിന് മുന്നേ നമ്മളൊരു ഫംഗിസൈഡ് കൊടുത്തതിന് ശേഷം ഇതുപോലത്തെ ഒരു കോംബോ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ബെറ്റർ റിസൾട്ട്. അതായത് അവിടെ കൂടുതൽ പ്രശ്നം ഉണ്ടെങ്കിൽ ഇപ്പം ഈ സമയത്തൊക്കെ നമ്മളിപ്പോൾ പരമാവധി നമ്മൾ നോക്കുന്നുണ്ട്, വലിയ വിഷയങ്ങളൊന്നും ഇല്ല. പക്ഷെ ഈ സമയത്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു കോംബോയാണ് ഈ ബയോഗാസും ഡീകമ്പോസറും. പ്രശ്നം ഉണ്ടെങ്കിൽ മിൽഡൗൺ. അപ്പോൾ പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ മിൽഡൗൺ കൊടുക്കും, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ കൂടുതലുണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ ട്രൈക്കോഡെർമയും ഡീകമ്പോസറും മാത്രം മതി. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ പുതിയ കോംബോയെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും നന്ദി. അതേപോലെ നമ്മുടെ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം, നമ്മൾ അതിനുള്ള റിപ്ലൈ തരുന്നതാണ്. ഓക്കെ, താങ്ക് യു.